കത്തിക്കുത്തിൽ പരിക്കേറ്റ സെയ്ഫ് അലി ഖാൻ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. തൊട്ടു പിന്നാലെ ഇടുത്തി പോലെ ആ വാർത്തയുമെത്തി. സെയ്ഫ് അലി ഖാൻ കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഒരു ഹർജി തള്ളി അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള 15,000 കോടി രൂപയുടെ സ്വത്ത് ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കണ്ടുകെട്ടാനുള്ള നീക്കം മധ്യപ്രദേശ് സർക്കാർ തുടങ്ങിയിരിക്കുന്നു. 2014 സെയ്ഫ് അലി ഖാനിനെ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു. 2015 അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയാണ് ഇപ്പോൾ അത് തള്ളിയിരിക്കുന്നത്. ഭോപ്പാലിലെ കൊഹോഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്ന സ്വത്താണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാൻ്റെ മകൾ ആബിദ സുൽത്താൻ ആയിരുന്നു ഈ സ്വത്തുക്കൾ. അവർ പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിലും ചൈനയിലും പൗരത്വം നേടിയവരുടെ സ്വത്ത് നമ്മുടെ രാജ്യത്ത് 1968 നിയമപ്രകാരം ശത്രു സ്വത്തുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഇതുവരെ 9,400 ശത്രു സ്വത്തുക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലേറെ പങ്കും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെയും അവിടെ പൗരത്വം സ്വീകരിച്ചവരുടെയുമാണ്. 9,280 ചൈനയിൽ കുടിയേറി പൗരത്വം സ്വീകരിച്ച 130 പേരുടെയും സ്വത്തുക്കളും ശത്രു സ്വത്തുക്കൾ തന്നെയാണ്. ഏതായാലും വലിയ സ്വത്തിന് ഉടമയാണ്. ഇതിൽ കൊട്ടാരം ഉൾപ്പെടുന്ന ഒരു സ്വത്താണ്. ഏതായാലും 15,000 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ തീരുമാനമായിരിക്കുന്നു. കുത്തിന് പിന്നാലെ വലിയൊരു പ്രഹരം തന്നെയാണ് സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ ഇത് എന്ന് പറയേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ മാസവും ഇതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലുള്ള ശത്രു സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. കേരളത്തിലടക്കം ശത്രു സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. 40 അടുത്ത സ്വത്തുക്കളാണ് കേരളത്തിൽ കണ്ടുകെട്ടാനുള്ള നീക്കം തുടങ്ങിയിരുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ വിവരശേഖരണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ശത്രു സ്വത്തുക്കൾ നിർണ്ണയിക്കുന്നത്. ഏറ്റവും കൂടുതൽ വടക്കൻ ജില്ലകളിലായിരുന്നു, പ്രത്യേകിച്ച് കണ്ണൂർ മേഖലകൾ, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം മേഖലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ശത്രു സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ ഉള്ള ഈ സ്വത്തിൻ്റെ ഉടമകൾ പാകിസ്ഥാനിലും മറ്റും പൗരത്വം സ്വീകരിച്ചത് കൊണ്ടാണ് അത് ശത്രു സ്വത്തായി മാറിയത്. നിലവിൽ ഇപ്പോൾ ഈ സ്വത്തുക്കൾക്ക് സർക്കാർ ബാങ്കുകളോട് ലോൺ നൽകരുത് എന്നും ഇപ്പോഴവിടെ ഉള്ളവർ ഒഴിഞ്ഞു പോകണമെന്നും കാണിച്ച് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.